ഗൈസ് ഇപ്പം നിങ്ങൾ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹെയർ ഗ്രോത്ത് ആണ്. അതായത് ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ട് പിന്നെ വളർത്തിയെടുത്തുള്ള ഹെയർ ആണ്. ഓക്കെ, എക്സ്റ്റൻഷൻ ആണ്, അതൊക്കെ ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അതുവരെ വളർന്നത് എൻ്റെ ഒറിജിനൽ ഹെയർ ആണ് ഗൈസ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഹെയർ കെയർ ചെയ്യുമ്പോൾ നമുക്ക് രണ്ടായിട്ട് മെയിനായിട്ട് വേണ്ട സാധനം നല്ലൊരു ഹെയർ സീറം ആൻഡ് ഓൾസോ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് നല്ല രീതിക്ക് ഹെയർ ഫോൾ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഈ ഒരു ഹെയർ സീറം ട്രൈ ചെയ്ത് നോക്കാം. ഇത് വിഷ് കെയറിൻ്റെ ഹെയർ ഗ്രോത്ത് സിറം കോൺസെൻട്രേറ്റ് ആണ്. എൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് 1 ഇയർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നോക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്തു. ആൻഡ് നമുക്ക് ഡെൻസിറ്റി നന്നായിട്ട് അറിയുമ്പോൾ ഉള്ളു നല്ലപോലെ വച്ചിട്ടുണ്ട്. ആൻഡ് ഇത് ബാലൻസ്ഡ് ഫോർമുലേഷനാണ്, ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്. 1 വർഷം ഓവർ 1 ഇയർ ഡെയിലി ഒരു 2 to 3 പംപ്സ് ഞാൻ ഹെയർ സ്കാപ്പിൽ നന്നായിട്ട് അടിച്ചു കൊടുത്തിട്ട് നല്ല രീതിക്ക് ഹെയർ എനിക്കിതുണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെ ടെക്സ്ചർ നോക്കുകയാണെങ്കിൽ വാട്ടർ ലൈറ്റ് വെയിറ്റ് ആൻഡ് നോൺ ഗ്രീസി ടെക്സ്ചറാണ്. പിറ്റേ ദിവസം നിങ്ങൾ വാഷ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, ഒട്ടിപ്പിടിക്കുക അങ്ങനെ ഒന്നുമില്ല. ഒരു 3 to 4 വീക്സിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും. സോ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്യുക. അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റാണ്. ബേബി.